ഇന്ന് രാവിലെ 10 മണിയോടുകൂടി വന്ന കാലാവസ്ഥാ പ്രവചന വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം റെഡ് അലർട്ടിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും ഉണ്ടാകുന്ന വിധത്തിലാണ് രാവിലെ 10 മണിക്ക് ലഭ്യമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചന വിഭാഗത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വരുന്നത്. സാധാരണ നിലയിൽ ഇത് വേനൽ മഴ തന്നെയാണ് തുടരുന്നത് എന്ന ധാരണ തന്നെയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. വേനൽ മഴ തുടരുന്നതിനിടയിൽ ഒരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി എഫക്റ്റ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്കകത്തുണ്ട് എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഈ മഴ സാധാരണ നിലയിൽ ചെറുതും വലുതുമായി തുടർന്നാൽ ചിലപ്പോൾ മൺസൂൺ മഴയിലേക്ക് തന്നെ കടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നും കരുതേണ്ടി വരും. അക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ പറയാൻ കഴിയുന്നതല്ല. ഇപ്പോഴുള്ളത് എന്തായാലും മൺസൂൺ മഴയല്ല, വേനൽ മഴയാണ്. 23-ാം തീയതിയോടുകൂടി മഴയ്ക്ക് ശക്തി കുറയും. 22 വൈകുന്നേരത്തോടുകൂടി മഴയുടെ ശക്തി പൊതുവിൽ കുറഞ്ഞ് 23ഓടുകൂടി ദുർബലപ്പെടും എന്നാണ് ധാരണയെങ്കിലും ഇപ്പോൾ രാവിലെ വന്ന കാഴ്ചകൾ, വാർത്തകൾ അനുസരിച്ച് ബേ ഓഫ് ബംഗാളിൽ 23-ന് ഒരു ചക്രവാത ചുഴി വീണ്ടും രൂപപ്പെട്ടേക്കാം എന്ന ധാരണ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഴയുടെ അളവോ തോതോ കുറയുകയോ കൂടുകയോ ചെയ്താലോ ചിലപ്പോൾ മൺസൂണിലേക്ക് തുടരാവുന്ന വിധത്തിലുള്ള ദീർഘത ഇതിനുണ്ടാകേണ്ടി വരുമോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ കാണുന്നത് ഉച്ചയോടുകൂടി മഴ എല്ലായിടത്തും ഒന്ന് പതുക്കെയാകും, അഥവാ അതിൻ്റെ അളവ് ഇത്തിരി കുറയുന്ന വിധത്തിലേക്ക് മാറുമെങ്കിലും വൈകുന്നേരവും നാളെയും മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.